എളിമയുടെയും ശാന്തതയുടെയും സാന്ത്വനത്തിന്റെയും പ്രതീകവും ആതുര സേവന രംഗത്തെ പ്രമുഖരിൽ ഒരാളുമായ ഡോക്ടർ ജോസഫ് സ്റ്റീഫൻ ചാഴിക്കാട് സപ്തതിയുടെ നിറവിലാണ് എന്നത് നമുക്ക് സന്തോഷത്തിന്റെയും അഭിമാനത്തിന്റെയും ആഘോഷത്തിന്റെയും ഒരവസരം തന്നെയാണ്. 4 പതിറ്റാണ്ടുകാലം തൊടുപുഴയിലെയും സമീപ പ്രദേശങ്ങളിലെയും ജനങ്ങളുടെ ആരാധനായിരുന്ന ചാഴിക്കാട് ഹോസ്പിറ്റൽ പ്രസ്ഥാനത്തിന്റെ സ്ഥാപകനായ ഡോക്ടർ CK സ്റ്റീഫൻ ചാഴിക്കാടിന്റെ 9 മക്കളിൽ 4-മനായി 1943 ഡിസംബർ മാസത്തിലെ ക്രിസ്മസ് ദിനത്തിൽ ഡോക്ടർ ജോസഫ് സ്റ്റീഫൻ ജനിച്ചു. അദ്ദേഹത്തിന്റെ അമ്മ ഏലിയാമ്മ കിടങ്ങൂർ കോലടിയിൽ കുടുംബാംഗമാണ്. ഡോക്ടർ CK സ്റ്റീഫൻ കേരള രാഷ്ട്രീയ ചരിത്രത്തിലെ ഉജ്ജ്വല വാഗ്മിയും ചരിത്രത്താളുകളിൽ ഇടം കണ്ട നിയമസഭാ സാമാജികനുമായ പ്രസിദ്ധനായ ജോസഫ് ചാഴിക്കാടിന്റെ സഹോദരപുത്രനാണ്. മദ്രാസ് സ്റ്റാൻലി മെഡിക്കൽ കോളേജിൽ നിന്നും വൈദ്യശാസ്ത്രത്തിൽ ബിരുദം നേടിയ ഡോക്ടർ CK സ്റ്റീഫൻ 1933 തൊടുപുഴയിൽ എക്സൽഷ്യർ നഴ്സിംഗ് ഹോമിന് ആരംഭം കുറിച്ചു. 1933 മുതൽ 43 സംവത്സരങ്ങളിൽ ജനിച്ച ഭൂരിഭാഗം കുഞ്ഞുങ്ങളും അദ്ദേഹത്തിന്റെ കരളാളനം ഏറ്റുവാങ്ങിയിട്ടുള്ളവരാണ്. എക്സൽഷ്യർ നഴ്സിംഗ് ഹോം എക്സൽഷ്യർ ഹോസ്പിറ്റലായിട്ടും പിന്നീട് ചാഴിക്കാട് ഹോസ്പിറ്റലായും രൂപാന്തരം പ്രാപിച്ച് ഔന്നത്യത്തിന്റെ പടവുകൾ താണ്ടി അഭിമാന പുരസ്സരം മുന്നേറുകയാണ്. മലയോര മേഖലയിലെ സാധാരണ ജനങ്ങളുടെ ആശ്രയ കേന്ദ്രമാണ് നമ്മുടെ ചാഴിക്കാട് ഹോസ്പിറ്റൽ. ഇന്ന് ഈ ഹോസ്പിറ്റലിന്റെ അമരക്കാരനായ ബഹുമാന്യനായ ജോസ് സാർ സപ്തതിയുടെ നിറവിലാണ്. ലോകത്തിന്റെ രക്ഷകനായി യേശുനാഥനെ ദൈവം മണ്ണിലേക്ക് അവതരിപ്പിച്ച ക്രിസ്മസ് രാവ് 70 വർഷങ്ങൾക്ക് മുൻപുള്ള ഒരു ക്രിസ്മസ് ദിനത്തിൽ ഈ നാട്ടിലെ സാധാരണ ജനങ്ങൾക്കായി ദൈവം നൽകിയ ഒരു സമ്മാനമായി ജോസാറിന്റെ ജനനം കണക്കാക്കുന്നതിൽ ഒട്ടും അതിശയോക്തിയില്ല. തന്നെ സമീപിക്കുന്നവരോട് ഒരു സ്വർഗമുണ്ടെങ്കിൽ അത് ഈ ഭൂമിയിൽ തന്നെയാണ് എന്ന് പറയുകയും തന്റെ ജീവിതത്തിലൂടെ സാർ നമുക്ക് അത് കാണിച്ചു തരികയും ചെയ്യുന്നു. ദൈവത്തിന്റെ അദൃശ്യമായ കരങ്ങളുടെ സൗഖ്യദായകമായ സ്പർശം ജോസാറിലൂടെ അനുഭവിച്ച നമ്മുടെ നാട്ടിലെ ആളുകൾ പലരും അദ്ദേഹത്തെ ദൈവത്തിന്റെ പ്രതിപുരുഷനായി കാണുന്നു എന്നതിൽ ഒട്ടും അത്ഭുതമില്ല. ഡോക്ടർ ജോസഫ് സ്റ്റീഫൻ തന്റെ പ്രാരംഭ വിദ്യാഭ്യാസം ഗവൺമെന്റ് LP സ്കൂൾ, സെന്റ് സെബാസ്റ്റ്യൻസ് ഹൈസ്കൂൾ എന്നിവിടങ്ങളിൽ നിന്നും പൂർത്തിയാക്കി. മൂവാറ്റുപുഴ നിർമ്മല കോളേജിൽ നിന്നും പ്രീ യൂണിവേഴ്സിറ്റി പാസായി. 1960 ആലുവ UC കോളേജിൽ നിന്നും പ്രീ മെഡിസിനും 1961 തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്നും MBBSും കരസ്ഥമാക്കി. തുടർന്ന് 9 മാസക്കാലം എക്സൽഷ്യർ നഴ്സിംഗ് ഹോമിൽ സേവനമനുഷ്ഠിച്ചു. 1967 ഇംഗ്ലണ്ടിൽ FRCS പഠനത്തിന് തുടക്കം കുറിച്ചു. 1967 മുതൽ ഇംഗ്ലണ്ടിൽ നാഷണൽ ഹെൽത്ത് ഓഫ് യുണൈറ്റഡ് കിങ്ഡം എന്ന സംഘടനയ്ക്ക് കീഴിൽ വിവിധ ഹോസ്പിറ്റലുകളിൽ പരിശീലനം നേടി. 1971 ഫെലോ ഓഫ് ദി റോയൽ കോളേജ് ഓഫ് സർജറി എഡിൻബറോയിൽ നിന്നും FRCS കരസ്ഥമാക്കി. 1971 മുതൽ 76 വരെ UK-യിൽ വിവിധ ആശുപത്രികളിൽ രജിസ്ട്രാർ ഇൻ സർജറിയായി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. 1976 പിതാവ് ഡോക്ടർ CK സ്റ്റീഫന്റെ നിര്യാണത്തെ തുടർന്ന് ഇംഗ്ലണ്ടിലെ ജോലി അവസാനിപ്പിച്ച് തന്റെ സഹോദരൻ ഡോക്ടർ ബാബുവിനൊപ്പം ചേർന്നുകൊണ്ട് എക്സൽഷ്യർ ഹോസ്പിറ്റലിന്റെ ചുമതലക്കാരനായി. ആരോഗ്യരംഗത്തെ പ്രവർത്തനങ്ങളോടൊപ്പം സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിലും അദ്ദേഹം തന്റെ പ്രാഗൽഭ്യം തെളിയിച്ചിട്ടുണ്ട്. ക്വാളിഫൈഡ് പ്രൈവറ്റ് മെഡിക്കൽ പ്രാക്ടീഷണേഴ്സ് അസോസിയേഷന്റെ സംസ്ഥാന പ്രസിഡന്റ്, തൊടുപുഴ ലയൺസ് ക്ലബ് പ്രസിഡന്റ്, IMA ബ്ലഡ് ബാങ്ക് സ്ഥാപക പ്രസിഡന്റായും ജോസാർ സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. ഇപ്പോൾ അദ്ദേഹം മെഡിക്കൽ ആക്സിഡന്റ് പ്രിവെൻഷൻ സൊസൈറ്റിയുടെ സംസ്ഥാന പ്രസിഡന്റാണ്. നാഷണൽ ജിയോഗ്രഫിക് സൊസൈറ്റി ഓഫ് വാഷിംഗ്ടണിലെ അംഗവുമാണ്. എല്ലാ മഹത് വ്യക്തികളുടെ നേട്ടങ്ങൾക്ക് പിന്നിൽ ത്യാഗോജ്വലമായ കരങ്ങൾ ഉണ്ടല്ലോ. 1975 ഏപ്രിലിൽ ശക്തികുളങ്ങര ആലുവിള വീട്ടിൽ ആംബ്രോസ് ഫോൺസിന്റെ മകൾ, എല്ലാവരും സ്നേഹത്തോടെ മോളിച്ചേച്ചി എന്ന് വിളിക്കുന്ന സിൽവസ്റ്റർ മേബിൾ ജോസഫ് സാറിന്റെ ജീവിതത്തിലേക്ക് കടന്നുവന്നു. ജോസാറിന്റെ നേട്ടങ്ങൾക്ക് പിന്നിൽ താങ്ങും തണലും ശക്തി സ്രോതസ്സുമായി മോളിച്ചേച്ചി എന്നും ഉണ്ട്. അവരുടെ ദാമ്പത്യ വല്ലരിയിൽ പിറന്ന 5 മക്കളും ഡോക്ടർ സ്റ്റീഫൻ, ഡോക്ടർ എലിസബത്ത്, ഡോക്ടർ അനിത, ഡോക്ടർ ആംബ്രോസ്,
ഡോക്ടർ മറിയം എന്നിവരും, ഡോക്ടർ സ്റ്റീഫന്റെ ഭാര്യ ഡോക്ടർ ഗ്ലോറിയും, ഡോക്ടർ എലിസബത്തിന്റെ ഭർത്താവ് ഡോക്ടർ അജിത് തച്ചിലും, കാർഡിയാക് സർജൻ ലിസി ഹോസ്പിറ്റൽ എറണാകുളം, ഡോക്ടർ അനതയുടെ ഭർത്താവ് ഡോക്ടർ എബി ഈപ്പനും ചാഴിക്കാട് കുടുംബത്തിന്റെ പാരമ്പര്യം കാത്തുസൂക്ഷിച്ചുകൊണ്ട് പിതാവിന്റെയും പിതാമഹന്റെയും കാലടികളെ പിന്തുടർന്നുകൊണ്ട് വൈദ്യശാസ്ത്ര രംഗത്ത് നാളെയുടെ വാഗ്ദാനങ്ങളാകാൻ തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. തന്റെ സഹോദരങ്ങൾക്കൊപ്പം അങ്ങേയറ്റം പ്രിയപ്പെട്ടവനും ബഹുമാന്യനുമാണ് ജോസാർ. ചാഴികാട് ഹോസ്പിറ്റലിന്റെ ഉന്നമനത്തിനായി ജോസാറിനൊപ്പം പ്രവർത്തിക്കുന്ന ബാബുസാറും, അമേരിക്കയിലായിരുന്നിട്ടും തന്റെ കുടുംബസ്ഥാപനത്തെ സഹായിച്ചുകൊണ്ടിരിക്കുന്ന ഡോക്ടർ തോമസ് സ്റ്റീഫനും, ജേക്കബ് സ്റ്റീഫനും, ചാഴികാട് കുടുംബത്തിൽ നിത്യനൊമ്പരമായ അകാലത്തിൽ പിരിഞ്ഞ വിൻസെന്റും, അമേരിക്കയിൽ വെച്ച് അന്തരിച്ച സിറിയക് സ്റ്റീഫനും, മേരി ജെയിംസ് മാക്കിൽ പുത്തൻപുരയിൽ, അന്നമ്മ ജേക്കബ് തറയിൽ, മോളി ഫിലിപ്പ് കാലായിൽ എന്നിവർ അദ്ദേഹത്തിന്റെ പ്രിയ സഹോദരങ്ങളാണ്. അവാർഡും അംഗീകാരങ്ങളും പലപ്പോഴും അർഹതപ്പെട്ടവരെ തേടിയെത്താറില്ല. പ്രശസ്തിയിൽ നിന്നും വീണ്ടും വീണ്ടും ബഹുമാനാദരവുകൾക്ക് അർഹനായിക്കൊണ്ടിരിക്കുന്ന അദ്ദേഹത്തെ കുടുംബവും സമൂഹവും ലോകവും വളരെയധികം സ്നേഹിക്കുന്നു. ആരോഗ്യ ആതുര സേവന രംഗങ്ങളിലെ അരനൂറ്റാണ്ടുകാലത്തെ ജോസാറിന്റെ നിസ്തുല സേവനത്തിന് അംഗീകാരമായി 2013 ഡിസംബർ 8 ഹെൽത്ത് ലിവിംഗ് ഫൗണ്ടേഷന്റെ 2013 ഹിപ്പോക്രാറ്റ്സ് അവാർഡ് നൽകി സാറിനെ ആദരിച്ചു. ഒരു പിതാവിന്റെ വാത്സല്യത്തോടെയും ഒരു ജ്യേഷ്ഠ സഹോദരന്റെ സ്നേഹത്തോടെയും നമ്മെ സമീപിക്കുന്ന സാറിന് ഇനിയും അനേകം സംവത്സരങ്ങൾ ആയുരാരോഗ്യവും സർവേശ്വരൻ നൽകട്ടെ എന്ന് സർവശക്തനായ ദൈവത്തോട് പ്രാർത്ഥിക്കുകയും സാറിന് എല്ലാവിധ വിജയങ്ങളും എല്ലാ മേഖലകളിലും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. 1000 സൂര്യചന്ദ്രന്മാർ ഒന്നിച്ചുദിച്ചുയരുന്നതുപോലെ തന്റെ മുന്നിൽ വരുന്ന രോഗികളെ സ്നേഹവും സാന്ത്വനവും രോഗീ ശുശ്രൂഷയും നൽകി പരിപാലിക്കുന്നു. നമ്മുടെ സ്വന്തം ജോസാറിന് സപ്തതി മംഗളാശംസകൾ നേരുന്നതിനോടൊപ്പം ഈ നിമിഷങ്ങൾ തീർത്തും ധന്യമായി തീരട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യുന്നു.